എവരിവൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലാസ്സിൻ്റെ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ നോളജ് ഇടാവോ GK ഇടാവോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ജനറൽ നോളജുകളും അതുപോലെ കറണ്ട് അഫയേഴ്സുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്താൽ നമുക്കറിയാം നമ്മുടെ USS എക്സാമിന്, അതായത് CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് ചോദിക്കുന്നത് മിക്കവാറും ഒന്നുകിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകതയുള്ള ഒരു ദിനം അല്ലെങ്കിൽ ആ വർഷത്തെ ആ ദിനത്തിൻ്റെ ഒരു സ്ലോഗൻ എന്താണ്, തീം എന്താണ് എന്നായിരിക്കും. അപ്പോൾ ഇത് രണ്ടും മെയിൻ ഫോക്കസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ GK എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം ഞാൻ ഇംഗ്ലീഷിലാണ് PPT ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ലൈഡ് കാണിക്കുന്നത് ഇംഗ്ലീഷാണ്, പക്ഷെ ഞാൻ പറയുന്നത് മലയാളത്തിൽ കൂടിയായിരിക്കും കേട്ടോ. അപ്പോൾ മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ GK എന്താണ് മക്കളെ? 2025 59ാമത് ജ്ഞാനപീഠ അവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലിറ്ററേച്ചറിൽ, അതായത് സാഹിത്യത്തിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് എന്ത്? ജ്ഞാനപീഠ അവാർഡ് എന്ന് പറയുന്നത്. അപ്പം 2025 59th ജ്ഞാനപീഠ അവാർഡാണ് കൊടുത്തത്. അത് ആർക്കാണ് കിട്ടിയത് എന്നാണ് ചോദ്യം. അപ്പം അത് കിട്ടിയിട്ടുള്ള ആള് വിനോദ് കുമാർ ശുക്ലയാണ്. മലയാളിയല്ല, പക്ഷെ എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു അവാർഡ് ആയതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, which film won the best feature film at the 71st National Film Awards? അപ്പോൾ 2025 നടന്ന നാഷണൽ ഫിലിം അവാർഡ്സിൽ 71ാമത് ദേശീയ ഫിലിം അവാർഡാണ് 2025 പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും മികച്ച ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് എന്നാണ് ചോദ്യം. ഏതാണ് സിനിമ മക്കളെ? 12th ഫെയിൽ ആണ് കേട്ടോ, 12th ഫെയിൽ. ഓക്കെ, അടുത്തത് അതുപോലെ who received the ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അറ്റ് ദ 71st നാഷണൽ ഫിലിം അവാർഡ്സ്? അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ 2025 71ാമത് ദേശീയ ഫിലിം അവാർഡാണ് പ്രഖ്യാപിച്ചത്. അപ്പം അതിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ മലയാളി നടനായിട്ടുള്ള മോഹൻലാലിനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഹയസ്റ്റ് ഫിലിം ഓണറാണ് എന്ത്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് ഫോർ ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷന് നൽകുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓണറാണ് എന്ത്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. അത് 2025 കിട്ടിയത് ആർക്കാണ്? മോഹൻലാൽ സാറിനാണ്. ഓക്കെ, അടുത്തത് പത്മഭൂഷൺ 2026 ഏറ്റവും കറന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് എന്ത്? മമ്മൂട്ടിക്കാണ്. നമ്മുടെ മലയാള നടനായിട്ടുള്ള മമ്മൂട്ടിക്കാണ് 2026 പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്ക് മാത്രമല്ല, വേറെയും കുറച്ച് പേർക്ക് കൂടെ ഉണ്ട് കൂടെ. പക്ഷേ നമ്മുടെ മലയാളി ആയിട്ടുള്ള മമ്മൂട്ടിക്ക് ലഭിച്ചതുകൊണ്ട് അതെന്താണ്, അത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല 2025 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ, മികച്ച നടനുള്ള കേരള സ്റ്റേറ്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ളതും ആർക്കാണ്? മമ്മൂട്ടിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഭ്രമയുഗം എന്ന് പറയുന്ന മൂവിക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ഈ ഒരു അവാർഡ്, ബെസ്റ്റ് ആക്ടർ, മികച്ച നടൻ എന്ന അവാർഡ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് മമ്മൂട്ടിയുടെ 7ാമത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡാണ് 2025 കിട്ടിയത്. ഓക്കെ ആണല്ലോ? ഇനി അതുപോലെ തന്നെ പുതിയൊരു ചോദ്യം, 2026 നമ്മുടെ ഗവൺമെൻറ് ഒരു പുതിയ അവാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. 2026 നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ നാഷണൽ അവാർഡ് ഏതാണ് എന്നായിരിക്കും ചോദ്യം വരുന്നത്. അത് കൊടുക്കുന്നത് എന്തിനൊക്കെയാണ് മക്കളെ? അക്രോസ് ആർട്സ്, സയൻസ് ആൻഡ് സോഷ്യൽ സർവീസ്. അപ്പോൾ അത് നൽകുന്നത് അക്രോസ് ആർട്സ്, സയൻസ് ആൻഡ് സോഷ്യൽ സർവീസ്, അതായത് സാമൂഹ്യ സേവനത്തിനും ശാസ്ത്രത്തിലും അതുപോലെ തന്നെ ആർട്സിലുമുള്ള കോൺട്രിബ്യൂഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് 2026 പുറത്തിറക്കിയിട്ടുള്ള, അല്ലെങ്കിൽ 2026 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ നാഷണൽ അവാർഡാണ് ഭവ്യ ഭാരത് ഭൂഷൺ അവാർഡ് എന്ന് പറയുന്നത്. ഈ മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഇതാ, ഭവ്യ ഭാരത്
ഭൂഷൺ അവാർഡ്. ഓക്കെ ആണല്ലോ, റെഡ് കാണുന്നില്ല തോന്നുന്നല്ലേ. അപ്പൊ നമുക്ക് അടുത്ത മുതൽ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ 2026 നമ്മുടെ ഗവൺമെന്റ് ആർട്സിനും സയൻസിനും സോഷ്യൽ സർവീസിനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പുതിയ നാഷണൽ അവാർഡിന്റെ പേരാണ് എന്ത്? ഭവ്യ ഭാരത് ഭൂഷൺ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈലി ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് അതുപോലെ 2025 വയലാർ അവാർഡ്. ഇനി നമ്മൾ ഇപ്പൊ നാഷണൽ അവാർഡ്സ് പറഞ്ഞു, ഇനി നമ്മൾ കേരള അവാർഡിലോട്ട് വരുവാണെങ്കിൽ സാഹിത്യത്തിലുള്ള വലിയൊരു പുരസ്കാരമാണ് എന്ത്? വയലാർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ 2025 49ാമത് വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു. അത് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് മക്കളെ? ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. ഇതാണ് ആ പുസ്തകം. വായിച്ചിട്ടുള്ള കുട്ടികളുണ്ടോ? അപ്പൊ ഇല്ലെങ്കിൽ നന്നായിട്ട് വായിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വായിക്കണം കേട്ടോ. അപ്പോ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന പുസ്തകത്തിന് ഈ സന്തോഷ് കുമാറിന് 2025 വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ നമുക്കറിയാം എന്ത്? കേരളത്തിൽ കൊടുക്കുന്ന ലിറ്ററേച്ചറിന്, സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് എന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് KG ശങ്കരപ്പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ, ഒരു പ്രത്യേക പുസ്തകത്തിനല്ല. അദ്ദേഹം നമ്മുടെ മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾക്കെല്ലാം കൂടിയാണ് അദ്ദേഹത്തിന് നമ്മൾ 2025 എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയത്. എഴുത്തച്ഛൻ അവാർഡിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കേരള ഗവൺമെന്റ് നൽകുന്ന സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് എന്ത്? എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത്. ഇനി ഈ നമ്മൾ അവാർഡ്സ് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് അവാർഡ്സ് ആണ്. ജ്ഞാനപീഠം, വയലാർ അവാർഡ്, അതുപോലെ എഴുത്തച്ഛൻ അവാർഡ്, പിന്നെ നമ്മുടെ ഫിലിം അവാർഡ്സ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രത്യേക ദിനങ്ങളിലോട്ട് പോവാണ്. അതായത് ഒരു വർഷത്തിൽ ഒരുപാട് ദിനാചരണങ്ങളുണ്ട്, പക്ഷെ എന്നാലും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സും, അതിൽ ചില ഡേയ്സിന് നമ്മൾ എന്തുണ്ടാവും? നമുക്ക് തീം ഉണ്ടാവും. അപ്പൊ ആ ഒരു തീം അല്ലെങ്കിൽ സ്ലോഗനും കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പം ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ജനുവരി മാസത്തിൽ ഒരുപാട് ഡേയ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വളരെ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഡേയ്സേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ജനുവരി 12 മക്കളെ നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നതെന്നറിയോ? നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ദേശീയ യുവജനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 12 ഓക്കെ, അതുപോലെ ജനുവരി 26 എന്തുണ്ട്? റിപ്പബ്ലിക് ഡേ ഉണ്ട്, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പൊ ഞാൻ കൊടുത്തിട്ടില്ല. ഇനി ജനുവരി 30 ഇതും എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്? മാർട്ടയേഴ്സ് ഡേ, അതായത് നമ്മുടെ രക്തസാക്ഷി ദിനം. എന്തുകൊണ്ടാണ് രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്? ജനുവരി 30 മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നത് അല്ലേ. അപ്പോൾ ജനുവരി 30 എന്താണ്? മാർട്ടയേഴ്സ് ഡേ, രക്തസാക്ഷി ദിനമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? ഫെബ്രുവരി 28. ഫെബ്രുവരി 28 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? നാഷണൽ സയൻസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ദേശീയ ശാസ്ത്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ 2025 നാഷണൽ സയൻസ് ഡേയുടെ തീമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കിക്കേ. എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത്. എന്താണ്? വികസിത ഭാരതത്തിനായി ശാസ്ത്രവും നവീകരണവും മുഖേന ഇന്ത്യൻ യുവാക്കളെ ആഗോള നേതൃത്വത്തിനായി ശക്തിപ്പെടുത്തുക. ഓക്കെ ആണല്ലോ, കാണുന്നില്ല? അപ്പൊ നോട്ട് ചെയ്യേണ്ടവര് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ 2025 അതായത് ഇനിയിപ്പോൾ ഈ ഒരു ഫെബ്രുവരി 28 നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് 2025 തീംസ് ആണ്. ഇപ്പോൾ 2025 നാഷണൽ സയൻസ് ഡേയുടെ തീമാണ് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത്. ഓക്കെ ആണല്ലോ. അടുത്തത് മാർച്ച് 8. മാർച്ച് 8 എന്താണ്? ഈസിയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം അല്ലെ, ഇന്റർനാഷണൽ വിമൻ ഡേ. ഓക്കെ, വിമൻസ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഇനി മാർച്ച് 8 അതായത് 2025 മാർച്ച് 8 2025 വനിതാ ദിനത്തിൻ്റെ തീമാണിത്. ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി ആൻഡ് എംപവർമെന്റ് അല്ലേ. എന്താണ്? എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്താണ്? അവകാശങ്ങൾ, സമത്വം,
അതുപോലെ എംപവർമെന്റ് അല്ലെ, സുശാക്തീകരണം. ഓക്കെ ആണല്ലോ. ഇനി മാർച്ച് 8 വനിതാ ദിനമാണെന്ന് പറഞ്ഞു. മാർച്ച് 22 എന്താണ്? വേൾഡ് വാട്ടർ ഡേ ആണ്, നമ്മുടെ ലോക ജലദിനമാണ് അല്ലേ. അപ്പോൾ 2025 ലോക ജലദിനത്തിന്റെ വേൾഡ് വാട്ടർ ഡേയുടെ തീം എന്ന് പറയുന്നത് ഗ്ലാഷിയർ പ്രിസർവേഷൻ ആയിരുന്നു. അതായത് മഞ്ഞുമലകളെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു 2025 വാട്ടർ ഡേയുടെ ജലദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏപ്രിലോട്ട് വരുവാണെങ്കിൽ ഏപ്രിൽ 14 എന്തുണ്ട്? നമുക്ക് അംബേദ്കർ ജയന്തി ഉണ്ട്. ഇനി അത് കഴിഞ്ഞാൽ ഏപ്രിൽ 22 നമുക്ക് എന്തുണ്ട്? നമുക്ക് എർത്ത് ഡേ ഉണ്ട്, ഭൗമദിനമുണ്ട്. അപ്പോൾ 2025 ഭൗമദിനത്തിന്റെ തീം എന്തായിരുന്നു മക്കളെ? അവർ പവർ അവർ പ്ലാനറ്റ്. ഓക്കെ, നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഓക്കെ ആണല്ലോ. ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിലോട്ട് വന്നു. മെയ് 1 എന്താണ്? ഇന്റർനാഷണൽ ലേബർ ഡേ ഉണ്ട്, അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. അത് കഴിഞ്ഞ് മെയ് 11 നാഷണൽ ടെക്നോളജി ഡേ, ദേശീയ സാങ്കേതിക ദിനം ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ജൂൺ 5 എന്താണ്? നമ്മുടെ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്, ലോക പരിസ്ഥിതി ദിനമാണ്. 2025 സ്ലോഗൻ എന്തായിരുന്നു മക്കളെ? നമ്മൾ സ്കൂളിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും. എന്തായിരുന്നു? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം നമ്മൾ എൻഡ് ചെയ്യുന്നു, നമ്മൾ സ്റ്റോപ്പ് ആക്കുന്നു, നിർത്തലാക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ജൂൺ 21 എന്തുണ്ട്? ഇന്റർനാഷണൽ യോഗ ഡേ ഉണ്ട്, അന്താരാഷ്ട്ര യോഗാ ദിനമുണ്ട്. ഇത് പുതിയൊരു ഡേ ആണ്. അതായത് ഒരു കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഈ ഒരു ദിനം നമ്മൾ ആചരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതുകൊണ്ട് എന്താണ്? ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഓക്കെ, ഇനി ജൂൺ കഴിഞ്ഞ് വീണ്ടും ജൂലൈ 11 എന്ത്? വേൾഡ് പോപ്പുലേഷൻ ഡേ, അതായത് ലോക ജനസംഖ്യാ ദിനം. ഓക്കെ, അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 29 എന്തുണ്ട്? നാഷണൽ സ്പോർട്സ് ഡേ ഉണ്ട്, ദേശീയ കായിക ദിനമുണ്ട്. ഓക്കെ, ഇനി സെപ്റ്റംബർ 5 എന്താണ്? ടീച്ചേഴ്സ് ഡേ ആണ്, ഈസി ആയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 8 മക്കളെ ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ഉണ്ട്, അതായത് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമുണ്ട്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 16 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓസോൺ ദിനം, വേൾഡ് ഓസോൺ ഡേ ഉണ്ട്, ലോക ഓസോൺ ദിനമുണ്ട്. അപ്പൊ 2025 ഓസോൺ ഡേയുടെ സ്ലോഗൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ, അതായത് ശാസ്ത്രത്തിൽ നിന്നും ലോക ആക്ഷനിലോട്ട്, അതായത് വേൾഡ് ആക്ഷനിലോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോളിൻ്റെ ഒരു കോൺഫറൻസിൻ്റെ ഓസോൺ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മോൺട്രിയൽ പ്രോട്ടോകോളിൻ്റെ വാർഷികത്തിൻ്റെ ഒരു എന്താ പറയുക ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ള തീമിൽ 2025 ഓസോൺ ഡേക്ക് ആ ഒരു തീം കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സെപ്റ്റംബർ കഴിഞ്ഞു. ഒക്ടോബർ 16 എന്തുണ്ട്? ലോക ഭക്ഷ്യദിനമാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വേൾഡ് ഫുഡ് ഡേ ആണ്. അത് കഴിഞ്ഞ് ഒക്ടോബർ 31 എന്തുണ്ട്? നാഷണൽ യൂണിറ്റി ഡേ ഉണ്ട്, ദേശീയ ഐക്യ ദിനമുണ്ട്. ഓക്കെ, ഒക്ടോബർ കഴിഞ്ഞ് നവംബർ 14 ശിശുദിനം എല്ലാവർക്കും അറിയും. അതല്ലാണ്ട് നമ്മുടെ നവംബർ 26 എന്തുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഉണ്ട് അല്ലേ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡാപ്റ്റ് ചെയ്തത് ഏത് വർഷമാണ്? നമ്മൾ സ്വീകരിച്ചത് 1949 നവംബർ 26 മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതാണ് എന്ത്? കെയിം ഇൻ ടു എഫക്റ്റ് ഇൻ 1950 ജാനുവരി 26. അപ്പം ജാനുവരി 26 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നവംബർ 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സ്വീകരിച്ച വർഷം, അഡാപ്റ്റ് ചെയ്ത വർഷമല്ല, മാസവും ഡേറ്റും, അതായത് ആ തീയതി നവംബർ 26 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നുണ്ട്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ വന്നു ഡിസംബറിലോട്ട്. നമ്മുടെ ഇയർ അവസാനിച്ചു. ഡിസംബർ 1 എന്തുണ്ട്? എയ്ഡ്സ് ഡേ ഉണ്ട് അല്ലേ, വേൾഡ് എയ്ഡ്സ് ഡേ, ലോക എയ്ഡ്സ് ദിനമായിട്ട് നമ്മൾ ഡിസംബർ 1 ആചരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ, മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 2025 ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ തീമാണ് എന്ത്? ഹ്യൂമൻ റൈറ്റ്സ്
അവർ എവ്രിഡേ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യാവകാശം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാ ദിവസവും എവ്രിഡേ എസെൻഷ്യൽ ആണ്, എല്ലാ ദിവസവും നമുക്ക് കിട്ടേണ്ട നെസസിറ്റി ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്നാണ് 2025 തീം വരുന്നത്. അപ്പോൾ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ്, അതായത് നമ്മുടെ കുറച്ച് അവാർഡ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സും അതിൻ്റെ തീംസുമാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമേ ചോദിക്കൂ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ഹൈലി ചാൻസ് ഉള്ള പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് എന്ത് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ 2025 ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഗെയിംസ് ഉണ്ടോ, 2026 ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, അങ്ങനെയുള്ള ഗെയിംസ് ഉണ്ടല്ലോ, അതുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് പോകണം. അതുപോലെ ഇന്ത്യയിൽ ഈ അടുത്ത് ഇത്തരത്തിലുള്ള ഗെയിംസ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളതും കൂടെ മക്കൾ എന്ത് ചെയ്യണം? മക്കൾ അത് നോക്കിയിട്ട് നോട്ട് ചെയ്തിട്ട് വേണം പോവാൻ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സിലുള്ളതാട്ടോ പറയുന്നത്, സ്പോർട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിംസ് നമ്മുടെ ഇന്ത്യ വിൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കേരള വിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടെ എന്ത് ചെയ്യണം? നോക്കിയിട്ട് വേണം മക്കൾ പോവാൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ നോളജ് ഭാഗം ഇതൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.